നിങ്ങളുടെ മൊബൈലിൽ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സ് ഉണ്ടോ എങ്കിൽ നിങ്ങളുടെ മൊബൈൽ സൈലന്റ് മോഡിലാണെങ്കിലും വളരെ അത്യാവശ്യമായിട്ട് ആരെങ്കിലും നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ സൈലന്റ് മോഡിൽ നിന്ന് മാറിയിട്ട് റിംഗ് ചെയ്യാൻ ആരംഭിക്കും. വളരെ അത്യാവശ്യമായിട്ട് എന്ന് ഞാൻ പ്രയോഗിക്കാൻ കാരണം സാധാരണഗതിയിൽ നമ്മളെ ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആ നമ്പറിൽ നിന്നും അവർ രണ്ടാമതും വിളിക്കില്ല. കാരണം അവർക്ക് അത്യാവശ്യമൊന്നുമില്ല. ഇനി എമർജൻസി ആയിട്ട് അത്യാവശ്യമായിട്ട് അർജൻറ്റായിട്ട് നമ്മളെ ഒരാൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തില്ലെങ്കിലും അതേ നമ്പറിൽ നിന്ന് തന്നെ അവർ വീണ്ടും നമ്മൾ വിളിക്കും. അങ്ങനെ രണ്ടാമതും അവർ വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈലന്റ് മോഡിൽ നിന്ന് മാറിയിട്ട് റിംഗ് ചെയ്യാൻ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരോ അർജൻറ്റായിട്ട് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. അതിൻ്റെ സെറ്റിങ്സാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇനി നിങ്ങളുടെ മൊബൈലിൽ ആ സെറ്റിങ്സ് ഇല്ല എങ്കിൽ അതിന് സമാനമായിട്ടുള്ള മറ്റൊരു സെറ്റിങ്സും കൂടി നമ്മുടെ മൊബൈലിലുണ്ട്. അതെല്ലാ മൊബൈലിലും ഉണ്ടാകും. അത് എനേബിൾ ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിലും ഈ ഫെസിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഈ രണ്ട് സെറ്റിങ്സ് നമ്മുടെ മൊബൈലിൽ എവിടെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മൊബൈലിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന ഈ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഓട്ടോമാറ്റിക്കായിട്ട് സൈലന്റ് മോഡിലേക്ക് മാറും. പിന്നെ മെസ്സേജ് ടോൺ, റിംഗ് ടോൺ ഒന്നും അടിയുകയില്ല. ഓക്കെ, പിന്നെ ഇവിടെ കണ്ടോ നിങ്ങൾ റിംഗ് ഫോർ റിപ്പീറ്റഡ് കോൾ എന്ന ഈ ഒരു ഭാഗം ഇവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നമ്പറിൽ നിന്നും 3 മിനിറ്റിനുള്ളിൽ റിപ്പീറ്റ് ആയിട്ട്, അതായത് വീണ്ടും വീണ്ടും കോൾ വരികയാണെങ്കിൽ സൈലന്റ് മോഡിൽ നിന്ന് മാറിയിട്ട് റിംഗ് ചെയ്യാൻ ആരംഭിക്കും. അതാണ് ആ ഒരു ഓപ്ഷൻ. അതിനുശേഷം ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന മുകളിലുള്ള ടോഗിൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ സൈലന്റിലായിരിക്കും. നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന കോൾ മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് റിംഗ് അടിയും. അതില്ല എങ്കിൽ, ആ സെറ്റിംഗ്സ് ഇല്ല എങ്കിൽ കോൾസ് ആൻഡ് മെസ്സേജസ് എന്ന ഈ ഒരു ഭാഗം നണ്ണിലായിരിക്കും ഉണ്ടാകുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ നൺ എന്ന ഭാഗത്തു നിന്ന് മാറ്റിയിട്ട് ഫേവറേറ്റ് കോൺടാക്ട്സ് എന്ന ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ മാറ്റിയിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫേവറേറ്റ് കോൺടാക്ട്സിൽ നിന്ന് വരുന്ന കോളുകൾ മാത്രം റിംഗ് അടിയും, ബാക്കിയുള്ളതൊക്കെ സൈലന്റിലായിരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല. നേരെ ബാക്ക് വന്നിട്ട് കോൾ ആപ്പ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആരെയാണ് നിങ്ങൾ ഫേവറേറ്റ് ആയിട്ട് വെക്കുന്നത്, ഞാനിപ്പോൾ ഇപ്പോൾ ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ മുകളിൽ സെർച്ച് ചെയ്തിട്ട് ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ കോളിൽ വന്ന ഒരാൾ മാത്രം സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇതുപോലെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇവിടെ മുകളിൽ തന്നെ ഒരു സ്റ്റാറിൻ്റെ ചിഹ്നം ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഫേവറേറ്റ് ആകും. ചില മൊബൈലിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താലായിരിക്കും ഇവിടെ ഫേവറേറ്റ്സ് എന്ന ഓപ്ഷൻ വരിക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആരെയൊക്കെയാണ് ഫേവറേറ്റ് കോൺടാക്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്, അവർ ഈ സൈലന്റ് മോഡിൽ നിങ്ങളെ കോൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ റിംഗ് ആകുകയുള്ളൂ. ബാക്കിയുള്ളവരുടെ കോളുകളൊക്കെ സൈലന്റ് മോഡിലേക്ക് മാറും. ഈ 2 ഓപ്ഷനും നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ല 2 സെറ്റിംഗ്സ് ആണ്. ചില മൊബൈലിൽ രണ്ടും കാണില്ല, ഏതെങ്കിലും ഒരു സെറ്റിംഗ്സ് മാത്രമേ കാണുകയുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള സെറ്റിംഗ്സ് ആണ്. ഓക്കെ, ഈ വക സെറ്റിംഗ്സ് നമ്മുടെ മൊബൈലിലുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പല സന്ദർഭങ്ങളിലും നമുക്കിത് വളരെയധികം പ്രയോജനം ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.